നിങ്ങൾ വിചാരിക്കും സ്കിറ്റിന് കൗണ്ടർ ഇല്ലാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ എരിയുന്നതെന്ന്. പക്ഷെ എരിച്ചിലത് തന്നെ. പക്ഷെ എന്റെ കരച്ചിലതല്ല. ലോകത്താദ്യമായിട്ടായിരിക്കും സ്വന്തം മുളകിന്റെ തരി വീണ് ഇങ്ങനെ എരിയുന്നത്. ഈ പച്ചക്കറി തൊട്ടിട്ട് കണ്ണു ചോരയുള്ള ഒരു പച്ചക്കറിയും ഇല്ലേ എന്റെ ഈ കണ്ണിലെ തരി ഒന്ന് എടുത്തു തരാൻ? അയ്യോ എരിയുന്നേ. ഒരാളെ ഉയിര് പോവാൻ നേരത്താണ് അവളൊരു മ്യൂസിക് ഇട്ട് ബിൽഡപ്പ്. ഒരാള് മരിക്കാൻ പോകുമ്പോ ചില്ലാവാൻ പറയുന്നു. ഈ കൈ എന്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അടി അടിച്ചാണല്ലേ നീ ചില്ലാവും. ചില്ല് ചില്ലി, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നീ ആരാണ്? ഞാൻ ഈ പച്ചക്കറി തോട്ടത്തിലെ ടൊമാറ്റോയാണോ മാഷേ? ചുമ്മാ അല്ല, വന്നപ്പോ തന്നെ ഒരു ചീന നാറ്റം. എന്റെ തക്കാളി പെണ്ണെ, ഈ കണ്ണിലെ തരി ഒന്ന് എടുത്തു തരുവോ? മുളകിടേണ്ട കണ്ണിലെ തരി ഈ തക്കാളി പെണ്ണ് എടുത്തു തരാം. അടുത്ത് വാ. ഇന്നാ പിടി എന്റെ തക്കാളി പെണ്ണെ. എന്റെ ജീവൻ എടുത്താ അല്ല, എന്റെ ജീവൻ രക്ഷിച്ച ഈ തക്കാളി പെണ്ണിനെ എനിക്കങ്ങ് ഇഷ്ടമായി. ഒരൊറ്റ മ്യൂസിക് കൊണ്ടാ നേരത്തെ എടുത്ത മുളകിന്റെ തരി ഇപ്പോഴും എന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാനെടുത്ത് മറ്റേ കണ്ണിലും കൂടി ഇട്ട് തരട്ടെ? അയ്യോ വേണ്ട വേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ലോജിക്കുള്ള കാര്യമാണോ ഈ പറഞ്ഞത്? ഏതെങ്കിലും മുളക് തക്കാളിയെ കല്യാണം കഴിച്ചായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കല്യാണം കഴിക്കണ്ട, സ്നേഹിച്ചിടന്നാ പോരെ. അയ്യോ എനിക്ക് വയ്യേ, ജീവിതകാലം മുഴുവൻ നീറി കഴിയാൻ. പച്ചക്കറി തോട്ടത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാ. ഒരാഴ്ച കഴിയുമ്പോ ചീനിയാണ് ഈ തക്കാളിയാണ് വലിയ സൗന്ദര്യ റാണി. അതെ, എന്നെ അങ്ങനെ കളിയാക്കണ്ട. ഈ തക്കാളി ഫ്രിഡ്ജിന്റെ അകത്തിരുന്നാലേ ഞങ്ങളുടെ സൗന്ദര്യം ഒരു മാസം വരെ ഇരിക്കും. അല്ലേ ശ്വേത ചേച്ചി? എടി നീ കൂടുതലങ്ങ് പൊങ്ങല്ലേ. ഇപ്പൊ തക്കാളിയുടെ റേറ്റ് കൂടുതലാ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം മതി തക്കാളിന്റെ വില ഇടിഞ്ഞു വരാ. അപ്പൊ നീ തറയെ കിടക്കും. ഈ മുളകിനെ കളിയാക്കാൻ വന്നാക്കുന്ന എടി, നിന്നെ വെച്ചൊരു തക്കാളി കറി ഉണ്ടാക്കിയ എന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റും ഇല്ല. അതേ കണക്ക് തന്നെ നിന്നെ വെച്ചൊരു സലാഡ് ഉണ്ടാക്കിയല്ലോ, അതിലും എന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതാരും കഴിക്കത്തില്ല. ഇവന്റെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ നീ പച്ച, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നീ ചുമക്കും. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാലോ നീ കറക്കും. അത് കഴിഞ്ഞാലോ ആരെങ്കിലും ചട്ടിയില് കടിക്കിന്റെ കൂടെ ഇട്ട് എടി 100 രൂപയ്ക്ക് പച്ചക്കറി മേടിച്ച പവർ നിറയെ പച്ചക്കറി ഇരുന്നാലും അവസാനം ഒരു പിടി മുളക് എടുത്തിട്ടില്ലെങ്കിൽ കടക്കാർക്ക് ഒരു സമാധാനം ഇല്ല. സന്തോഷത്തിനാണല്ലോ. നേരത്തെ ആ തറ കിടന്ന് ഉരുണ്ടെന്തിനി? നീ കിഴങ്ങ് അല്ല ഉരുളക്കിഴങ്ങ് കാണും. എന്തോന്ന് നീ പറഞ്ഞ സാധനം കാണും? എനിക്കിപ്പം മനസ്സിലായി നീ തറ കിടന്ന് ഉരുണ്ടെന്തിനെന്ന്. എന്താ ഇതേ കണക്ക് ഡയലോഗ് തെറ്റിച്ചിട്ടല്ലടാ നീ അവിടെ കിടന്ന് ഉരുണ്ടത്? ഇതിനുള്ള മറുപടിയേ ഇതണ്ടേ ഈ പൊതി പറയും. അല്ല ഇതെന്തോന്നൊരു പൊതി? നമ്മളെ ഗ്രൂമർ പറഞ്ഞിട്ടുണ്ട്, പഴയ കോമഡി അടിക്കാത്ത പൊതിന്ന് വേണം പറയാൻ. ആർക്കും വേണ്ടാതിരുന്ന ഉരുളക്കിഴങ്ങിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡ്. എങ്ങനെ ഡിമാൻഡ് ഇല്ലാണ്ടിരിക്കും? കേരളത്തിലിപ്പൊ നമ്മളല്ല സ്റ്റാർ. അതെങ്ങനെ? കേരളത്തില് ബംഗാളികൾ കൂടുതലാ. ബംഗാളിയുടെ ദേശീയ ഭക്ഷണമാണ് ഉരുളക്കിഴങ്ങ്. രാവിലെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ്, ഉച്ചയ്ക്ക് ചോറും ഉരുളക്കിഴങ്ങ്, രാത്രി റൊട്ടിയും ഉരുളക്കിഴങ്ങ്. അത് പോരെ മച്ചാരെ, പൊള്ളിച്ച്. ഇനി മലയാളികളും കൂടെ 3 നേരം എന്നെ ഭക്ഷണമായിട്ട് കഴിച്ചാ ഞാൻ തന്നെ ഇവിടുത്തെ ഒരു രാജാവ്. ഓ രാജാവ്, എന്നാലും നിന്നെ കിഴങ്ങാന്നുള്ള വിളി മാറത്തില്ലല്ലേ? എന്നെ കളിയാക്കൊന്നും വേണ്ട, വിമാനത്തിൽ വരെ എന്നെ ഭക്ഷണമായിട്ട് കൊടുക്കുന്ന. ഓ അതുകൊണ്ടായിരിക്കൂലേ ആ വിമാനത്തിന് എയർ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാ ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? പൊട്ടറ്റോ ചിപ്സ്,
ഫ്രഞ്ച് ഫ്രൈസ്. ഇവരോടൊക്കെ ചോദിച്ചു നോക്ക്, ഞാനില്ലാണ്ട് ഇവരൊരു ഭക്ഷണം കഴിക്കൂല. എടാ നീ അഖിലേട്ടന്റെ പ്ലേറ്റിലൊന്നും കേറി ഇരിക്കല്ലേ. അതെന്തേ? അഖിലേട്ടൻ ഇവിടെ പറയുന്ന കോമഡി ഫുള്ളും ഗ്യാസ് ആയിട്ടാണ് പോണത്. പക്ഷെ ഇന്നൊരു പ്രത്യേകത ദിവസമാ. അതെന്തുവാ? വെജിറ്റബിൾസ് കോമഡി മാത്രം, നോ നോട്ട് വെജ് കോമഡി. നമ്മള് തക്കാളി ഒന്നും ആർക്കും വേണ്ട. നിന്നെ കണ്ട ആർക്കറിയാൻ തക്കാളിയാണോ നെല്ലിക്കയാണോ നാരങ്ങയാണോന്ന്? അതൊക്കെ അങ്ങ് ആന്ധ്രേന്ന് കീടനാശിനി അടിച്ച തക്കാളി നീ കണ്ടിട്ടുണ്ടാ? ഇല്ല. ഇത്ര വലിയ തക്കാളിയാണ്. അതൊരു വർഷം വരെ ചീയായിരിക്കും. ആണോ? നോബിച്ചാട്ടിന്റെ കോമഡി പോലെയാണ്, ചെയ്യാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആരറിഞ്ഞ് ഇടയ്ക്കൊക്കെ ചീറ്റലുണ്ട്. അതൊക്കെ നമ്മുടെ ഡയാന ചേച്ചി നോക്കിയിരിക്കണത് നല്ല നെല്ലിക്ക പോലെയാ. ആദ്യം പൊളിക്കും, പിന്നെ കഴിക്കും, പിന്നെ നല്ല മധുരായിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാ പലപ്പോഴും പല സ്വഭാവം. അതൊക്കെ നമ്മള് ശ്വേത ചേച്ചി. ഹൈറ്റിന്റെ കാര്യത്തില് മുരിങ്ങാക്കോലിന്റെ സൈസ്, സൗന്ദര്യത്തിന്റെ കാര്യത്തില് മറ്റേ ജപ്പാനിലൊരു വില കൂടിയ മാമ്പഴത്തിന്റെ പേരെന്തായിരുന്നു? എടാ അത് നിന്റെ ഡയലോഗാണ്, നീ പഠിച്ചിട്ട് പോലത്തെ സൗന്ദര്യം. പക്ഷെ ഇടയ്ക്കൊക്കെ സ്വഭാവം കൊച്ചുണ്ണീനെ പോലെ. കൊച്ചുണ്ണിയെ പോലെയോ? കൊച്ചുണ്ണി അല്ല, കൊച്ചുള്ളി. കൊച്ചുള്ളിനെ പോലെ, കൊച്ചുങ്ങളെ പോലെ വിഷമം വരുമ്പോ കരയും. ഇതെന്തേ? അല്ല കൊച്ചിന്റെ കരച്ചിലിട്ട. ഓ, ഫിഗറുണ്ടിട്ടോ കരച്ചിലുണ്ടിട്ടോ. ശ്രീവിദ്യ ചേച്ചിന്റെ വീട്ടിലെ പച്ചക്കറി തൊട്ടുണ്ട്, അറിയാമോ? എന്നിട്ടാണ് ശ്രീവിദ്യ ചേച്ചി പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റിൽ പോണത്. അയ്യോ, മാർക്കറ്റിൽ പോയി മേടിക്കുന്നത് ജ്യൂസ് അടിച്ചു മേടിക്കാനാ. വീട്ടിലുണ്ടാക്കുന്ന വെള്ളരിക്ക അരിഞ്ഞ് രാവിലെ കണ്ണി വെക്കും, ഉരുളക്കിഴങ്ങ് അരച്ച് മുഖത്തിടും, തക്കാളി എടുത്തത് എങ്ങനെ മുഖത്തിട്ട് ഒരയ്ക്കും. അപ്പൊ സൗന്ദര്യത്തിന് ഫ്രഷ് വെജിറ്റബിളും അകത്ത് കഴിക്കാൻ വിഷ വെജിറ്റബിളും. കോമ്പിനേഷൻ ചേച്ചി. എലീന ചേച്ചിക്ക് ഒരു കൃഷിത്തോട്ടം ഒന്നുമില്ലേ? ഏയ് നമ്മളിങ്ങോട്ട് കേറി വന്നപ്പോ എലീന ചേച്ചി എന്തോ പറഞ്ഞത്? എന്നെ ഒന്നും പറഞ്ഞ് നാറ്റിക്കല്ലേന്ന്. ആ, എലീന ചേച്ചിയുടെ വീട്ടിൽ കപ്പ നട്ടിട്ടുണ്ട്. അയ്യോ, ഭയങ്കര എലിശല്യാന്നാ പറയുന്നത്. എടാ അത് എലിശല്യോ എന്നല്ല പറഞ്ഞത്, പിന്നെ എലീന ശല്യോ എന്നാണ് പറഞ്ഞത്. രാത്രി ആരും കാണാ കപ്പ പിഴുതങ്ങ് തിന്നു. എടാ നാട്ടിക്കലടാ, വേണ്ട ചമ്മി ഇരിക്കുന്ന നാട്ടിക്കലടാ. അവിടെ കറിവേപ്പില കടന്ന് കരയുന്നു. അതൊന്നും ഇല്ല എന്റെ തക്കാളി. എലീന ചേച്ചി കറി വെക്കാൻ നേരത്ത് രുചി കൂടാൻ വേണ്ടി കറിവേപ്പില എടുത്തങ്ങ് കറിയിലിടും. കറിയെല്ലാം വെന്ത് കഴിയുമ്പോ കറിവേപ്പില എടുത്തങ്ങ് ചേച്ചി കളയും. അപ്പൊ കറിവേപ്പില കറിവേപ്പില തന്നെയായി. ഇതൊക്കെ പിന്നെ സഹിക്കാം. ദാണ്ട് അങ്ങോട്ട് നോക്കിക്കാൻ. ആ പാവയ്ക്ക് എന്റെടാ വഴക്കാ സഹിക്കാൻ പറ്റാത്ത. അയ്യോ, ആ പാവയ്ക്ക് അങ്ങോട്ട് പാവ ഇഞ്ചിനെ കളിയാക്കുന്നേ. അയ്യോ, അതാണല്ലേ ഇഞ്ചി ഇഞ്ചി ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇഞ്ചി ഇഞ്ചിയാവോ? അതൊക്കെ ഈ മുളകിനെ കണ്ടു പഠിക്കണം. ആരൊക്കെ കളിയാക്കിയാലും ഞാൻ കല്ല് പോലെ നിൽക്കും. നോ മൈൻഡ്. അതെ, ഈ പച്ചക്കറി തോട്ടത്തിൽ മുളകുണ്ടോ? ഏയ് ഞാൻ രക്ഷപ്പെട്ടു. മുളക് കടിക്കാൻ ആള് വന്ന്. ഉണ്ടായി ഉണ്ടായി ഉണ്ടായി. ആ, ഒരു പച്ചക്കറി തോട്ടാവുമ്പോ മുളകൊക്കെ വേണോ, ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? ഓ, അണ്ണൻ കളിയാക്കിയാണല്ലേ സാറേ. ഇത് പെട്ടെന്ന് തന്നെ ഏറിക്കയറ്റി വിടണേ ഈ കോമഡി. വെജിറ്റബിൾ കോമഡിയാണേ. കൂടുതൽ ദിവസം അങ്ങ് ഇരുന്ന ചീനി പോകും. പച്ചമുളക് ചമ്മിയ ഫിഗർ കണ്ടിട്ടുണ്ടോ? അല്ല, അതെ, പച്ചക്കറി തോട്ടത്തിൽ ഉരുളക്കിഴങ്ങുണ്ടോ? നിന്നെ കളിയാക്കിയതുപോലെ എന്നെ കളിയാക്കണം. അങ്ങനെ എന്നെ കളിയാക്കണം. പച്ചക്കറി തോട്ടത്തിൽ ഉരുളക്കിഴങ്ങില്ല. ഇല്ല. അയ്യോ, എന്നാ എനിക്കൊരു 10 ചാക്ക് ഉരുളക്കിഴങ്ങ് വേണമായിരുന്നു. അയ്യോ, പച്ചക്കറി തോട്ടത്തിൽ ഉരുളക്കിഴങ്ങുണ്ട്. അല്ല, ഇനി വേണ്ട. ഉണ്ട്, ഉണ്ട്. ഇല്ല, ഇല്ല, വേണ്ട, വേണ്ട, വേണ്ട. വേണ്ട. അയ്യോ, ഇല്ലാന്ന് പറഞ്ഞല്ലോ. ഇനി വേറെ ഏതെങ്കിലും തോട്ടത്തിൽ പോയി വാങ്ങിച്ചോളാം. വേണ്ട. എടാ നിനക്കിപ്പോ മാർക്കറ്റിൽ അങ്ങ് വില കൂടിയല്ലേ? ഞങ്ങളെ ബാക്കി പറയുന്നത് വേണ്ട. എനിക്കിപ്പോ വില കുറവാ. അതല്ലടാ ഇഞ്ചിക്കിപ്പോ വില കൂടിയെന്ന്. അതിന് നീ ഇപ്പൊ ഇഞ്ചിയായിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളെ പച്ചക്കറി ഒന്നും ആർക്കും വേണ്ട. ഒരു മനുഷ്യരും വരുന്നില്ല. നമ്മൾ ഇവിടെ കിടന്ന് ചീനി പോവത്തേ ഉള്ളൂ. നീ പറഞ്ഞ ശരിയാടി. ഈ വിഷം ഇല്ലാത്ത പച്ചക്കറി ഒന്നും ഇപ്പൊ ആർക്കും വേണ്ടെന്നേ. അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന വിഷം അടിച്ച പച്ചക്കറി മതി ആൾക്കാർക്ക്. നമുക്ക് ഇവിടുന്ന് ചീനി പോവാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം. അതെന്തിന്? ഇല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലോറിൽ കടന്ന് ചെയ്യും. ഓൾറെഡി സ്കിറ്റ് പകുതി ചെയ്തിരിക്കുക. നിന്റെ ഇഞ്ചി കോമഡിയും നിന്റെ 2 കോമഡിയും നിന്റെ 5 കോമഡിയും എന്റെ മൊത്തം കോമഡിയും ചെയ്തിരിക്കുക. നമ്മൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവോ? എങ്കിൽ പിന്നെ നമുക്ക് വേഗം പോവാടാ. വല്ല ചീരയുടെ മുട്ടിലോ വല്ല വാഴന്റെ മുട്ടിലോ പോയി വളമിട്ടങ്ങ് കിടക്കാം. അതെങ്ങനെ? നീ കേട്ടിട്ടില്ലേ, ഒന്ന് ചീനാലേ മറ്റൊന്നിന് വളമാകൂ. തകിലടിക്കട നീ